Hi everyone, it's me Rafika CT. Welcome to my channel Learn to Study. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഹൈപ്പോത്തിസിസ് എന്നും ഹൈപ്പോത്തിസിൻ്റെ ഫീച്ചേഴ്സും ഫങ്ഷൻസ് ആൻഡ് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഹൈപ്പോത്തിസിസ് എന്ന് നോക്കാം. ഹൈപ്പോത്തിസിസ് ഈസ് എ ടെൻറ്റേറ്റീവ് കൺക്ലൂഷൻ ഓർ അസംഷൻ ഓർ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദി റിസർച്ചർ വാണ്ട്സ് ടു ബി പ്രൂവ്ഡ് ഓർ ഡിസ്പ്രൂവ്ഡ്. അതായത് ഒരു റിസർച്ചർ താൽക്കാലികമായിട്ട് തയ്യാറാക്കുന്ന അനുമാനങ്ങളെയാണ്, ദാറ്റ് ഈസ് അസംഷനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഈ അനുമാനങ്ങൾ അല്ലെങ്കിൽ അസംഷൻസ് ഓർ കൺക്ലൂഷൻസ് റിസർച്ചർ ഒന്നുകിൽ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ അദ്ദേഹം അത് ഡിസ്പ്രൂവ് ചെയ്യണം. അപ്പോൾ റിസർച്ചർ ഫോം ചെയ്തിട്ടുള്ള അനുമാനം അല്ലെങ്കിൽ അസംഷൻ എന്ന് പറയുന്നത് മേ ബി അത് തെറ്റാവാം അല്ലെങ്കിൽ ശരിയായിരിക്കാം. പക്ഷെ അദ്ദേഹം അത് എന്ത് ചെയ്യണം, ശരിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളത് അദ്ദേഹം അത് തെളിയിക്കണം. സോ അതിനെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, A hypothesis is a tentative statement about the relationship between two or more variables. രണ്ടോ അതിലധികമോ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഒരു റിസർച്ചർ താൽക്കാലികമായിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇവിടെ ടു ഓർ മോർ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആകാം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആകാം. ഒന്നെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു ടെൻറ്റേറ്റീവ് കൺക്ലൂഷനെയാണ്, ഒരു താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു അസംഷനെയാണ് എന്ത് പറയുന്നത്, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ദെൻ it is a specific testable prediction about what we expect to happen in a study. അപ്പോൾ ഒരു സ്റ്റഡിയിൽ ഒരു റിസർച്ചർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടെസ്റ്റബിൾ ആയിട്ടുള്ള പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രഡിക്ഷൻ, ദാറ്റ് ഈസ് അസംഷനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എ ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷൻ ഫോർ ആൻ ഒബ്സർവേഷൻ, phenomenon or scientific problem that can be tested by further investigation. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു ടെൻറ്റേറ്റീവ് എക്സ്പ്ലനേഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, താൽക്കാലികമായിട്ട് തയ്യാറാക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫിനോമിനനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് തയ്യാറാക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു അനുമാനം, ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അത് ഫർദർ ഇൻവെസ്റ്റിഗേഷനിലൂടെ റിസർച്ചർ അത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ റിസർച്ചർ അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അസംഷൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ശരിയാകാം അല്ലെങ്കിൽ അത് തെറ്റാകാം. പക്ഷെ അത് ശരിയാണോ തെറ്റാണോ എന്ന് അദ്ദേഹം, ഒരു റിസർച്ചർ അത് തെളിയിക്കണം. ദാറ്റ് ഈസ് ത്രൂ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ അദ്ദേഹം അത് തെളിയിക്കണം. അപ്പോൾ റിസർച്ചർ അയാളുടെ റിസർച്ച് സ്റ്റഡിയിൽ നിന്നും അല്ലെങ്കിൽ അയാളുടെ റിസർച്ചർ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസംഷനാണ് ഹൈപ്പോത്തിസിസ്. ഈ ഹൈപ്പോത്തിസിസിനെ അല്ലെങ്കിൽ അസംഷനെ റിസർച്ചർ പ്രൂവ് ചെയ്യണം. ആ ഹൈപ്പോത്തിസിസ് തന്നെയാണ് ശരി, അയാളുടെ ടെസ്റ്റിലൂടെ റിസർച്ച് സ്റ്റഡിയിലൂടെ ആ ഹൈപ്പോത്തിസിസ് തന്നെയാണ് ശരി എങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യും, അല്ല അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് റിജക്റ്റ് ചെയ്യും. സോ അതാണ് ഹൈപ്പോത്തിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു റിസർച്ചർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോർമൽ ക്വസ്റ്റ്യൻ. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ നോർമൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഹി ഇൻറ്റൻസ് ടു റിസോൾവ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് ഫോർ എ റിസർച്ചർ ഹൈപ്പോത്തിസിസ് ഈസ് എ നോർമൽ ക്വസ്റ്റ്യൻ ദാറ്റ് ഹി ഇൻറ്റൻസ് ടു റിസോൾവ്. ഒരു റിസർച്ചർ റിസോൾവ് ചെയ്യേണ്ട ഒരു നോർമൽ ക്വസ്റ്റ്യനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹൈപ്പോത്തിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസർച്ചർ അയാളുടെ സ്റ്റഡിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നോർമൽ ക്വസ്റ്റ്യനാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹൈപ്പോത്തിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ അയാൾ ഗസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അസ്യൂം ചെയ്തിട്ടുണ്ടാവും. ആ അസംഷനെ നമുക്ക് എന്ത് പറയാം, ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സിറ്റിയിലെ കോളേജ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു സിറ്റിയിലെ കോളേജ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു പോപ്പുലേഷൻ ഉണ്ടാവും. പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഈ സിറ്റിയിലുള്ള മൊത്തം കോളേജിലെ സ്റ്റുഡൻസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു സാമ്പിളിനെ ചൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ അസ്യൂം ചെയ്യാണ് ദാറ്റ് ഈസ് ഈ
സിറ്റിയിലുള്ള മൊത്തം കോളേജ് സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 21 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. ദാറ്റ് ഈസ് ആവറേജ് ഏജ് ആണ്. അപ്പോൾ ആവറേജ് നമ്മൾ എടുക്കുമ്പോൾ അതിനെ നമ്മൾ മീൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആവറേജ് ഏജ്, അതായത് മീൻ ഏജ് എന്ന് പറയുന്നത് 21 ആണ് എന്ന് അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് ഇവിടെ പോപ്പുലേഷൻ്റെ മീനാണ് നമ്മൾ എടുത്തത്. ഓക്കെ, പോപ്പുലേഷൻ മീൻ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് മ്യൂ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ മ്യൂ ഇസ് ഈക്വൽ ടു 21 ആണ് എന്ന് നമ്മൾ എടുത്തു, ഒരു അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് പോപ്പുലേഷൻ മീൻ എന്ന് പറയുന്നത് ആവറേജ് സ്റ്റുഡൻസ്, ദാറ്റ് ഈസ് ആ സിറ്റിയിലുള്ള കോളേജിലുള്ള മൊത്തം കോളേജിലുള്ള സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് 21 ആണ് എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഇങ്ങനെ അസ്യൂം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്ന ഹൈപ്പോത്തിസിനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വീണ്ടും ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിൽ വരുമ്പോൾ നമുക്ക് എന്താണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിൽ എന്താണ് നൾ ഹൈപ്പോത്തിസിസ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ചർ താൽക്കാലികമായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു അസംഷൻ അല്ലെങ്കിൽ ഒരു സജസ്റ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അത് റിസർച്ചർ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ റിസർച്ചർ ഇത് പ്രൂവ് ചെയ്യണം, മീൻ ഏജ് 21 ആണ് എന്നുള്ളത് അദ്ദേഹം പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫോർ എ റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇൻ ദി കേസ് ഓഫ് ബിസിനസ് റിസർച്ച് മെത്തേഡ്, ഇപ്പോൾ ബിസിനസ് റിസർച്ച് മെത്തേഡിൽ BRMൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് സിംപ്ലി എ സജസ്റ്റഡ് സൊല്യൂഷൻ. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി എന്താണ്, ഒരു സജസ്റ്റഡ് സൊല്യൂഷനാണ്. ദാറ്റ് ഈസ് ഇൻ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ഹൈപ്പോത്തിസിസ് ഈസ് എ സജസ്റ്റഡ് സൊല്യൂഷൻ or decision for a particular problem that the researcher wants to be proved or disproved. അപ്പോൾ ഒരു പ്രോബ്ലത്തിന് ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൽ നമ്മൾ റിസർച്ച് അപ്ലൈ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രോബ്ലംസിന് നമ്മൾ റിസർച്ചർ സജസ്റ്റ് ചെയ്യുന്ന സൊല്യൂഷനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ആ സൊല്യൂഷൻ റിസർച്ചർ ഒന്നെങ്കിൽ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ അത് ഡിസ്പ്രൂവ് ചെയ്യണം. സോ അതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോത്തിസിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് ഹൈപ്പോത്തിസിസ് ഈസ് എ ജനറൽ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ഫേമസ് മീനിങ് ആണ്. ദാറ്റ് ഈസ് ഹൈപ്പോത്തിസിസ് ഇസ് എ tentative conclusion or assumption that the researcher wants to be proved or disproved. Okay, that is based on the research study. അപ്പോൾ റിസർച്ച് സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് ഒരു റിസർച്ചർ താൽക്കാലികമായിട്ട് തയ്യാറാക്കുന്ന അനുമാനത്തെയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തിസിൻ്റെ ഒരു ഡെഫിനിഷനാണ് നെക്സ്റ്റ് പറയുന്നത്. ദാറ്റ് ഈസ് ക്രിസ്വെല്ലിൻ്റെ ഒരു പ്രശസ്തമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ നൽകിയിട്ടുള്ളത് ക്രിസ്വെല്ലാണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തിസിസ് ഈസ് എ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പ്രസൻറ്റ്സ് ദി എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞതന്നെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ദാറ്റ് പ്രസൻറ്റ്സ് ദി എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഫോർമൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, താൽക്കാലികമായിട്ട് ആ റിസർച്ചർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് എന്നൊക്കെ പറയാം. സോ അതാണ് എന്തെന്ന് പറയുന്നത്, ഒരേ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. സോ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും എക്സ്പെക്റ്റഡ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഫോർമൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ആരുടെ അഭിപ്രായത്തിലാണ്? ക്രിസ്വെല്ലിൻ്റെ അഭിപ്രായത്തിലാണ്. സോ ദാറ്റ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യണം. ഈ എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ റിസർച്ചറിന് അദ്ദേഹത്തിൻ്റെ റിസർച്ച് പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ റിസർച്ച് ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് ഈസ് ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിൻ്റെ സവിശേഷതകൾ. അതിൽ ഒന്നാമത്തത് ഇറ്റ് ഷുഡ് ബി എംപെരിക്കലി ടെസ്റ്റബിൾ. എംപെരിക്കലി ടെസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവപരമായി നമ്മൾ പരിശോധിക്കണം. അതായത് ഹൈപ്പോത്തിസിസ് നമ്മൾ അനുഭവപരമായിട്ട് പരിശോധിക്കണം. അതായത് അതൊരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടോ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യണം. നോട്ട് ഓൺ ഐഡിയാസ്. അതായത് ഒരു ഐഡിയനെ ബേസ് ചെയ്തിട്ടാവരുത്, നമ്മളത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒരു ഹൈപ്പോത്തിസ് ടെസ്റ്റ് ചെയ്യാൻ. അതായത് അനുഭവപരമായിട്ട് നമ്മളുടെ റിയൽ ലൈഫിലുണ്ടാവുന്ന അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് വേണം ഒരു ഹൈപ്പോത്തിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. That is, a statement or hypothesis or a theory can be tested through observation or experimentation or experience. And it must make predictions that can be verified by collecting data in the real world. അപ്പോൾ റിയൽ വേൾഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഡാറ്റ കളക്ട് ചെയ്തിട്ട് വേണം നമ്മളൊരു ഹൈപ്പോത്തിസിസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് പ്രെഡിക്ഷൻസ് നൽകാൻ. അപ്പോൾ ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടോ എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടോ വേണം ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് എംപെരിക്കലി ടെസ്റ്റബിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇപ്പം നമുക്കിത് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ നമുക്കിത് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ദാറ്റ് ഈസ് ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വോണ്ട് ബി കൺസിഡേർഡ് ആസ് സയൻറ്റിഫിക്. അതിന് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യില്ല, ഒരു സയൻറ്റിഫിക് സ്റ്റഡി ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എംപെരിക്കലി ടെസ്റ്റ് ചെയ്യണം. എംപെരിക്കലി ടെസ്റ്റബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിയൽ വേൾഡിൽ നിന്ന് ലഭിക്കുന്ന ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടും എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടും വേണം നമ്മളൊരു ഹൈപ്പോത്തിസ് ടെസ്റ്റ് ചെയ്യാൻ. അതായത് നമുക്ക് ട്രൂ ആയിട്ട് ലഭിക്കുന്ന ഇൻഫോർമേഷനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഹൈപ്പോത്തിസ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു ഐഡിയ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അസംഷൻ ആയിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ഫസ്റ്റ് ഫീച്ചറിൽ പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി എംപെരിക്കലി ടെസ്റ്റബിൾ. ദെൻ സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, ക്ലിയർ ആൻഡ് പ്രിസൈസ്. അത് സിമ്പിളായിരിക്കണം, അതായത് ലളിതമായിരിക്കണം. ദെൻ ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. ആൻഡ് പ്രിസൈസ്, അത് കൃത്യവുമായിരിക്കണം. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യണം. ഒരു ഹൈപ്പോത്തിസിനെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യണം, അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെ അത് നല്ല കൃത്യതയോട് കൂടിയിട്ടും ഡിഫൈൻ ചെയ്യണം. അതാണ് സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഹൈപ്പോത്തിസിസ് ഷുഡ് ബി സിമ്പിൾ, ക്ലിയർ ആൻഡ് പ്രിസൈസ്. അത് സിമ്പിളായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ അത് പ്രിസൈസ് ആയിരിക്കണം. ദെൻ തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് റെലവൻറ്റ്. മൂന്നാമത്തെ ഫീച്ചർ അത് സ്പെസിഫിക് ആയിരിക്കണം, അതേപോലെ തന്നെ അത് റെലവൻറ്റ് ആയിരിക്കണം. റെലവൻറ്റ് എന്ന് പറയുമ്പോൾ ഫർദർ സ്റ്റഡീസിന് നമുക്ക് കൂടുതൽ സ്റ്റഡി നടത്താൻ അത് പോസിബിൾ ആയിരിക്കണം. അപ്പോൾ ഫർദർ സ്റ്റഡീസിന് അത് പോസിബിൾ ആയിരിക്കണം, ഹൈപ്പോത്തിസിസ് പോസിബിൾ ആയിരിക്കണം. ദാറ്റ് ഈസ് അത് പ്രസക്തമായിരിക്കണം എന്നർത്ഥം. ദെൻ സ്പെസിഫിക് ആയിരിക്കണം, നിർദ്ദിഷ്ടമായിരിക്കണം, ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി പ്രെഡിക്റ്റബിൾ. അത് പ്രെഡിക്റ്റബിൾ ആയിരിക്കണം. പ്രെഡിക്റ്റബിൾ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി മാനേജബിൾ. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. സോ അതാണ് അതിൻ്റെ ഹൈപ്പോത്തിസിസിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിൻ്റെ ഫങ്ഷൻസ്. ഹൈപ്പോത്തിസിസ് സെർവ്സ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. താഴെ പറയുന്ന ഫങ്ഷൻസ് ആണ് ഹൈപ്പോത്തിസിസ് സെർവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അതിൽ ഒന്നാമത്തത് ഇറ്റ് വിൽ ബ്രിങ് ക്ലാരിറ്റി ടു ദി റിസർച്ച് പ്രോബ്ലം. ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ക്ലാരിറ്റി, വ്യക്തത നൽകുന്നുണ്ട്. അപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ഹൈപ്പോത്തിസിസ് വ്യക്തത നൽകും. എങ്ങനെയാണ് റിസർച്ച് പ്രോബ്ലത്തിന് ഹൈപ്പോത്തിസിസ് വ്യക്തത നൽകുക? ദാറ്റ് ഈസ് നമ്മളൊരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫോർമുലേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫോർമുലേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ എക്സ്പ്ലോറേറ്ററി റിസർച്ചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോർമുലേറ്റീവ് റിസർച്ചൊക്കെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാനായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രൈമറി സ്റ്റഡിയാണ്. അപ്പോൾ റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചൊരു അവയർനെസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ
ഫോർമുലേറ്റീവ് റിസർച്ച് കണ്ടക്ട് ചെയ്യണം. ഫോർമുലേറ്റീവ് റിസർച്ചിലൂടെ റിസർച്ചറിന് അയാളുടെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടും, നല്ലൊരു നോളജ് കിട്ടും. അങ്ങനെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്തിനെ കുറിച്ചാണോ സ്റ്റഡി ചെയ്യുന്നത് അതിനെക്കുറിച്ചിട്ട് ആ റിസർച്ചറിന് നല്ല ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നല്ല ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹൈപ്പോത്തിസിസ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇതിലെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബ്രിങ് ക്ലാരിറ്റി ടു ദി റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ, ഇറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റഡി വിത്ത് ഫോക്കസ്. അപ്പോൾ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പഠനം നൽകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സ്റ്റഡി വിത്ത് ഫോക്കസ് ആണ്. അപ്പോൾ സ്റ്റഡി വിത്ത് ഫോക്കസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ഇത് സഹായിക്കും. അതായത് ഒരു റിസർച്ചർ ഹൈപ്പോത്തിസിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ മറ്റ് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതായത് ഫർദർ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഹൈപ്പോത്തിസിസ് ഒന്നെങ്കിൽ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യണം. അതായത് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീടുള്ള ഡാറ്റ കളക്ഷനും ഡാറ്റ അനലൈസിസും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും അതേപോലെ തന്നെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തിട്ട് ആ ഹൈപ്പോത്തിസിനെ ബേസ് ചെയ്തിട്ടാണ് ഫർദർ സ്റ്റഡി നടക്കുന്നത്, ഒരു റിസർച്ചിൻ്റെ ഫർദർ സ്റ്റഡി നടക്കുന്നത്, അതായത് പിന്നീടുള്ള ഡാറ്റ കളക്ഷനും മറ്റ് ഫങ്ഷൻസ് എല്ലാം നടക്കുന്നത്. സോ അതാണ് ഇറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റഡി വിത്ത് ഫോക്കസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The next function, it signifies what specific aspects of a research problem are to investigate. Then hypothesis ഏതൊക്കെ സ്പെസിഫിക് ആസ്പെക്ട്സ് ആണ് ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റേത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് സിഗ്നിഫൈസ് വാട്ട് സ്പെസിഫിക് ആസ്പെക്ട്സ്, ഏതൊക്കെ സ്പെസിഫിക് ആസ്പെക്ട്സിനെ ബേസ് ചെയ്തിട്ട് വേണം ഒരു റിസർച്ച് പ്രോബ്ലം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ റിസർച്ച് പ്രോബ്ലം നമ്മൾ അന്വേഷിക്കേണ്ടത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് indicates what data is to be collected and what not to be collected. അതായത് ഏതൊക്കെ ടൈപ്പ് ഡാറ്റ അല്ലെങ്കിൽ എന്ത് ഡാറ്റയാണ് നമ്മൾ ആ റിസർച്ച് സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട് കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടാത്തത്, അല്ലെങ്കിൽ നമ്മൾ ശേഖരിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ എന്ന് സൂചിപ്പിക്കുന്നതാണ് നെക്സ്റ്റ് ഫങ്ഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ റിസർച്ച് ഹൈപ്പോത്തിസിസ് നമ്മൾ സെറ്റ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് റിസർച്ചർ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ഡാറ്റ കളക്ട് ചെയ്യണം, എന്ത് ഡാറ്റ കളക്ട് ചെയ്യണ്ട എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദി സ്റ്റഡി. ഒരു പഠനത്തിൻ്റെ വസ്തുനിഷ്ഠത, അതായത് അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഫോർമുലേറ്റ്സ് ദി തിയറി. ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് എനേബിൾസ് ടു കൺക്ലൂഡ് വിത്ത് വാട്ട് ഈസ് ട്രൂ ഓർ വാട്ട് ഈസ് ഫോൾസ്. അപ്പോൾ എന്താണ് ശരി അല്ലെങ്കിൽ എന്താണ് തെറ്റ് എന്ന നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹൈപ്പോത്തിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എനേബിൾ ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് അത് പ്രാപ്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ഫംഗ്ഷൻ. അതായത് നമ്മൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ഹൈപ്പോത്തിസിനെ നമ്മളൊന്നെങ്കിൽ പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഹൈപ്പോത്തിസിസ് തന്നെയാണ് ട്രൂ എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയാണ്. ഡിസ്പ്രൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിനെ അല്ലെങ്കിൽ ഒരു റിസർച്ച് അത് ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്ന് കൺക്ലൂഡ് ചെയ്യാനും ഹൈപ്പോത്തിസിസ് സഹായിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് ഫങ്ഷൻ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. അതിലൊന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഗീവ്സ് എ ഡയറക്ഷൻ ടു അവർ റിസർച്ച്. നമ്മുടെ റിസർച്ചിന് ഒരു ഡയറക്ഷൻ നൽകാനായിട്ട് ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ദിശാബോധം നൽകാനായിട്ട് ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ഡയറക്ഷൻ നൽകുന്നത്? അതായത് ഒരു റിസർച്ചർ എങ്ങനെയാണ് ആ റിസർച്ചർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഹൈപ്പോത്തിസിസ് ആണ്. അതായത് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ഡാറ്റ കളക്ട് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഡാറ്റ കളക്ട് ചെയ്യണം, എന്ത് ഡാറ്റ കളക്ട് ചെയ്യണം, അതേപോലെ തന്നെ ആ ഹൈപ്പോത്തിസിനെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ചറിന് അദ്ദേഹത്തിൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ റിസർച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോവേണ്ടത് എന്നുള്ള ഡയറക്ഷൻ നൽകുന്നത്
ഹൈപ്പോത്തിസിസ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഗിവ്സ് എ ഡയറക്ഷൻ ടു അവർ റിസർച്ച്. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈസ് ദി ഫോക്കസ് ഓഫ് ദി റിസർച്ചർ. ഒരു റിസർച്ചറിൻ്റെ ഫോക്കസ് അത് സ്പെസിഫൈ ചെയ്യുന്നത് ഹൈപ്പോത്തിസിസ് ആണ്. അതായത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ ഹൈപ്പോത്തിസിനെ ബേസ് ചെയ്തിട്ടാണ് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തിട്ട് ആ ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്നാണ് റിസർച്ചർ തെളിയിക്കുന്നത്. അതായത് ഇത് പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് റിസർച്ചർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡാറ്റ കളക്ഷനും ഡാറ്റ അനലൈസിസും ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും എല്ലാം നടത്തുന്നത്. ഓക്കെ, hence it specifies the focus of the researcher. Then third importance എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് റിസർച്ച് ടെക്നിക്സ്. റിസർച്ചിൻ്റെ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യും. റിസർച്ച് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് അതിൻ്റെ ക്വസ്റ്റ്യനെയർ, അത് ഹൈപ്പോത്തിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത് എല്ലാം. അപ്പോൾ റിസർച്ചിൻ്റെ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹൈപ്പോത്തിസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം ബ്ലൈൻഡ് റിസർച്ച്. ബ്ലൈൻഡ് റിസർച്ചിൽ നിന്ന് ഒരു പ്രിവെൻഷൻ ഹൈപ്പോത്തിസിസ് നൽകുന്നു. ദെൻ നെക്സ്റ്റ് ഇറ്റ് എൻഷുവേഴ്സ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ആക്യുറസി, കൃത്യത, അതേപോലെ തന്നെ പ്രിസിഷനും എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? ഹൈപ്പോത്തിസിസ് എൻഷുർ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഇറ്റ് സേവ്സ് റിസോഴ്സസ് ലൈക്ക് മണി, എനർജി ആൻഡ് ടൈം. അതായത് മണി, എനർജി, ടൈം പോലുള്ള റിസോഴ്സസ് ഒക്കെ സേവ് ചെയ്യാനായിട്ട് ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യും. അപ്പോൾ ഹൈപ്പോത്തിസിസ് നമുക്കൊരു ഫോക്കസാണ് നൽകുന്നത്. എങ്ങനെ റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് റിസർച്ച് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ആ റിസർച്ചിൽ ഇനി ചെയ്യേണ്ടത്, എന്ത് ഡാറ്റ കളക്ട് ചെയ്യണം, എങ്ങനെ അത് അനലൈസ് ചെയ്യണം, എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം നമുക്ക് ഹൈപ്പോത്തിസിലൂടെയാണ് ലഭിക്കുന്നത്. ആ ഹൈപ്പോത്തിസിനെ ആണ് ശരിക്കും നമ്മൾ ഹൈപ്പോത്തിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ കളക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നത്. സോ അത് നമുക്ക് മണി സേവ് ചെയ്യാനും എനർജി സേവ് ചെയ്യാനും ടൈം സേവ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് റിസർച്ച് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ഹൈപ്പോത്തിസിസ് എന്നും അതിൻ്റെ മീനിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ഹൈപ്പോത്തിസിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, ഇമ്പോർട്ടൻസും ആണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.